ചരിത്രവും വിശ്വാസവും സമന്വയിക്കുന്ന അവസരങ്ങൾ വളരെ കുറവാണ്. എന്നാൽ കീഴാളനെ ദൈവമായി പ്രതിഷ്ഠിച്ച് 2 നേരം പൂജ നടത്തുന്ന ഒരു ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ അയിരൂർ കാഞ്ഞീറ്റുകരയിലുണ്ട്. വിസ്മയിപ്പിക്കുന്ന ചരിത്രവും ആചാരവുമാണ് ഈ ക്ഷേത്രത്തിന് പറയാനുള്ളത്. ജാതീയത കൊടികുത്തി വാണിരുന്ന ഒരു കാലത്ത് സവർണൻ തൻ്റെ അടിയാളനെ ദൈവമായി കണ്ടു പ്രതിഷ്ഠിച്ച ഈ സംഭവം കാലത്തെയും ചരിത്രത്തെയും വിസ്മയിപ്പിക്കുന്നു. ഈ പാലംപുല ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ, വർണ്ണവിവേചനം കൊടികുത്തി വാണ കാലത്ത് ആ ചിറ്റേടത്ത് തറവാടിൻ്റെ പണികളും ഈ പ്രദേശം മുഴുവൻ ചിറ്റേടത്ത് കുടുംബം വകയായിരുന്നാണ് പറയപ്പെടുന്നത്. അന്ന് ഈ പാലംപുലയനായിരുന്നു ആ വസ്തുവകകളെല്ലാം സംരക്ഷിച്ച് കാരണവരുടെ സ്ഥാനം വഹിച്ച് തന്നെ ആ ഒരു കൃഷി കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ഇവിടുന്ന് തന്നെ ഒരു നിധി കിട്ടി. ആ നിധി നമ്മുടെ കുടുംബ വീട്ടിൽ കൊണ്ടുവന്ന് തരികയും ആ നിധി ഇവിടുന്ന് കിട്ടിയ പടപുള്ളി ഒരു മത്തങ്ങയ്ക്കകത്ത് ഇതാക്കിയിട്ടാണ് കുടുംബക്കാരനവർക്ക് ഇത് കൊണ്ട് സമ്മാനിക്കുകയും തിരികെ പോകുന്ന വഴി അദ്ദേഹത്തെ ഒരു പുലി ആക്രമിക്കുകയും അങ്ങനെ അദ്ദേഹം മരണപ്പെടുകയും ഉണ്ടായത്. 17-ാം നൂറ്റാണ്ടിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഈ ക്ഷേത്രം സ്ഥാപിച്ചത് അക്കാലത്തെ ഉയർന്ന സവർണ കുടുംബമായിരുന്ന ചിറ്റേടത്ത് തറവാടായിരുന്നു. തറവാട്ടിലെ അടിയാളനായിരുന്ന പാലൻ പുലയൻ അഥവാ നാട്ടുകാർ സ്നേഹത്തോടെ വിളിക്കുന്ന പാലനപ്പൂപ്പനാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി. അന്ധജാതി ചിന്തയെക്കുറിച്ചൊക്കെ നമ്മൾ നവോത്ഥാന കാലത്ത് ഒരുപാട് കേട്ടു, അതിനെതിരായിട്ടുള്ളത് ശബ്ദം ഉയർത്തിയതും ഗുരുദേവനും അയ്യങ്കാളിയും ഒക്കെ. പക്ഷേ അക്കാലത്ത് അതൊരു അപൂർവ സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അക്കാര്യത്തിൽ ഞങ്ങളെല്ലാം അഭിമാനം കൊള്ളുന്നു. അന്ന് ഇങ്ങനെയൊരു കാരണവർ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നല്ലോ എന്നതിനെക്കുറിച്ച് വളരെ അഭിമാനം തോന്നുന്നു. ഇവിടെ മോഷണ മുതലൊക്കെ പോവാണെങ്കിൽ ഇവിടെ വഴിപാട് പറഞ്ഞാൽ ആ മോഷണ മുതൽ നമുക്ക് തിരിച്ചു കിട്ടും. ഞങ്ങൾക്ക് ഈ അമ്പലത്തിൽ വിശ്വാസമുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു അപ്പൂപ്പൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്ന ഞങ്ങൾ ആ വിശ്വാസം. അത്യാവശ്യം ഉണ്ട്. നമ്മളെന്തായാലും കാര്യം ഇവിടെ വന്ന് വിളക്ക് കത്തിച്ച് പറഞ്ഞാൽ നമുക്കത് നടന്നില്ല. ഞാനിപ്പോൾ ഒരു 6 വർഷമായിട്ട് സ്ഥിരമായിട്ട് വരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയും ജാതി വിവേചനത്തിനെതിരെ പന്തിഭോജനവും നടത്തിയ ചിറ്റേടത്ത് ശംഖുപിള്ളയുടെ കുടുംബക്ഷേത്രം കൂടിയാണ് പാലൻപുലയ ക്ഷേത്രം എന്നുള്ളത് കൗതുകമുണർത്തുന്നു. വർണ്ണവിവേചനം അന്നുണ്ടായിരുന്ന സമയത്ത് ആ വീടിൻ്റെ മുറ്റത്തിരുത്തി തന്നെ അവിടെ നാനാജാതി മനസ്സിലായിട്ടുള്ള ആൾക്കാരെ പന്തിഭോജനം നടത്തിയ ഒരു തറവാടാണ് ചിറ്റേടത്ത് കുടുംബം. ചിറ്റേടത്ത് ശംഖുപിള്ള എന്ന് പറയുന്ന ആള് അതിൽ മുൻകൈയെടുത്തതിൻ്റെ ദേഷ്യത്തിൽ അദ്ദേഹത്തെ സവർണരായിട്ടുള്ള ആൾക്കാരെ അദ്ദേഹത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായി. വർഷത്തിലൊരിക്കൽ പ്രതിഷ്ഠാ ദിനം എന്നുള്ള രീതിയിൽ ഒരു ഞങ്ങൾ നാടോടിപ്പാട്ടും മറ്റ് കലകളെ പ്രോത്സാഹിപ്പിക്കാനും കൂടി ആ അവസരം ഉപയോഗിക്കുന്നുണ്ട്. അന്ന് ധാരാളം ജനങ്ങൾ ആ ചുരുങ്ങിയ സ്ഥലത്ത് റോഡും പരിസരത്തെല്ലാം തന്നെ കൂടാറുണ്ട്. അതും മറ്റൊരു സവിശേഷതയാണ്.